എവ്രിവൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നോക്കാം നാളത്തെ ദിവസം പ്രേക്ഷകർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. കിങ് ഓഫ് പെന്റിക്കിൾസ്, ത്രീ ഓഫ് സ്വോർഡ്സ്, കിങ് ഓഫ് സ്വോർഡ്സ്, 10 of Pentacles, the Lovers, Knight of Wands, King of Cups, okay, 5 of Pentacles, Ace of Pentacles, Three of Pentacles, Judgment card. സോ നാളത്തെ ദിവസം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രേക്ഷകർ മനസ്സിലാക്കുക, പ്രേക്ഷകരാണ് എല്ലാം. ഓക്കെ, പ്രേക്ഷകരുടെ കയ്യിൽ ഒരു എബിലിറ്റി ഇല്ലാത്തതില്ല. ഓക്കെ, ഏതൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ കയ്യിൽ എബിലിറ്റി ഉണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറെ പ്രേക്ഷകരുണ്ട്, അവർക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് അവർക്ക് ആ ഒരു കഴിവില്ല, ദാറ്റ് ഈസ് എന്ത് കാര്യം ചെയ്യണോ ആ കാര്യത്തിന് കഴിവില്ല എന്നാണ് തോന്നുന്നത്. ബട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവുകളും അവൈലബിൾ ആണ്. നിങ്ങളെ സഹായിക്കാൻ പ്രേക്ഷകരുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ഓക്കെ, ടോറസ് എനർജിയാണ് കൂടുതലും വരുന്നത്. സോ ആയത് നിങ്ങളുടെ സോഡിയാക് സൈൻ ടോറസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിൻ്റെ സോഡിയാക് സൈൻ ടോറസ് ആണ്. ഓക്കെ, ആയിരുന്നു അവർ എർത്ത് റെലമിൽ ഉണ്ടായിരുന്നപ്പോൾ. ചില പ്രേക്ഷകരുടെ സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ റെലമിൽ നിന്ന് പോയവർ. നാളത്തെ ദിവസം പ്രേക്ഷകർ എന്ത് ഡിസിഷൻ എടുത്താലും ഹാർട്ട് ബ്രേക്കിൽ നിന്ന് എടുക്കരുത്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ അതിൽ നിന്നൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. നാളത്തെ ദിവസം എന്ത് ഡിസിഷൻ എടുത്താലും നിങ്ങളുടെ വിവരം, ദാറ്റ് ഈസ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക, ഇൻ്റലിജൻസ് ഉപയോഗിക്കുക. ഞാൻ ബുദ്ധി എന്ന് പറയുമ്പോൾ അതിനെ ഒരു നെഗറ്റീവ് വേർഡിൽ എടുക്കാതിരിക്കുക. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, ദാറ്റ് ഈസ് ഇമോഷണൽ ആയിട്ടല്ല നാളത്തെ ദിവസം ഡിസിഷൻ എടുക്കേണ്ടത്, ഇൻ്റലിജൻ്റ്ലി ആണ് എടുക്കേണ്ടത്. ഓക്കെ, നാളത്തെ ദിവസം പ്രേക്ഷകർക്ക് കുടുംബപരമായ കാര്യങ്ങളുണ്ട്. ഓക്കെ, ചിലർക്ക് പാർട്ടിയാകാം, സെലിബ്രേഷൻ ആകാം, അല്ലെങ്കിൽ ദൂരയാത്രകളാകാം, അതുണ്ട് നാളത്തെ ദിവസം. ഏറെ പ്രേക്ഷകർക്ക് നാളത്തെ ദിവസം ചോയ്സസ് ആണ്. ഓക്കെ, നൗ ഏത് ചോയ്സ് എടുത്താലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഫാമിലി ഉണ്ടായിരിക്കണം. ബിക്കോസ് ഐ തിങ്ക് നാളത്തെ ദിവസം പ്രേക്ഷകർ ചോയ്സ് എടുക്കാൻ പോകുന്ന പ്രേക്ഷകർക്ക് ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ ഏറെയാണ്. സോ എന്ത് ചോയ്സ് എടുത്താലും അത് ഫാമിലിക്ക് ഗുണം ചെയ്യുന്ന ചോയ്സസ് ആയിരിക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. നാളത്തെ ദിവസം വളരെ വൈബ്രൻറ്റ് എനർജിയാണ്. ഓക്കെ, ഒരു ഹാപ്പി ഗോയിങ് എനർജിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബട്ട് അഗെയിൻ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആയിട്ടുള്ള ഡിസിഷൻ അല്ല, നിങ്ങളുടെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിസിഷനാണ്. അതായത് നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഒപ്പം ഇരുന്ന് ഡിസിഷൻ എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡിസിഷൻ ആണോ എടുക്കുന്നത് അവിടെ നിങ്ങൾക്ക് ശരി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ശരി എന്ന് വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഫാമിലിയിൽ നിങ്ങളും ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കല്ല. സോ ഇമോഷണൽ ബാലൻസ് വേണ്ടതാണ്. ഏറെ വെള്ളം കുടിക്കുക നാളത്തെ ദിവസം. വെള്ളം കുടിക്കുന്ന സമയത്ത് ഐ ആം ഇമോഷണലി ബാലൻസ്ഡ്, ഞാൻ ഇമോഷണലി ബാലൻസ്ഡ് ആണ് എന്ന അഫർമേഷൻ 11 ടൈംസ് ചൊല്ലി കുടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞ് വെള്ളം കുടിക്കുക. നാളത്തെ ദിവസം ഏറെ പ്രേക്ഷകർക്ക് ഇതുവരെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ചോദ്യം ചെയ്യുന്ന എന്ത് സംഭവം ഉണ്ടോ, ഏത് സിറ്റുവേഷൻ ഉണ്ടോ അത് മാറിപ്പോകുകയാണ്.
ഓക്കെ. ബിക്കോസ് നാളെ നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ ഇതുവരെയുള്ള ബ്ലോക്കേജ്, ഇതുവരെയുള്ള സ്റ്റക്നെസ്, ഫൈനാൻസ് ലഭിക്കാത്തതാണെങ്കിൽ അത് മാറിക്കിട്ടും. നിങ്ങൾ കൊടുത്ത പണം നിങ്ങൾക്ക് തിരികെ കിട്ടാതിരിക്കുന്നതാണെങ്കിൽ അത് കിട്ടും. ഓക്കെ. ഓർ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. ഇഫ് ചില പ്രേക്ഷകർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഓക്കെ, ആൻഡ് ചില പ്രേക്ഷകർക്ക് സംഭവം ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ വരുന്നുണ്ട്. അത് ഒരാൾ വഴിയാകാം. ചില പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകരുടെ പെൻറ്റിക്കിളിനെ ശ്രദ്ധിക്കൂ, ഫൈനാൻസസിനെ ശ്രദ്ധിക്കൂ. ആയത് നിങ്ങളുടെ ഫൈനാൻസസ് ഒത്തിരി ചിലവായി പോകുന്നു അൺനെസസറി കാര്യങ്ങൾക്ക്, ഓർ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ചിലവാക്കുന്നില്ല. സോ എവിടെയാണ് ഇംബാലൻസ് എന്നത് ശ്രദ്ധിക്കൂ. നാളത്തെ ദിവസം ഏറെ പ്രേക്ഷകർക്ക് കോൾസ് റിസീവ് ആകാൻ സാധ്യതയുണ്ട്, മെയിൽസ് റിസീവ് ആകാൻ സാധ്യതയുണ്ട് പ്രേക്ഷകരുടെ കഴിവിനെ കുറിച്ച്. ഓക്കെ. സോ ഐദർ ഏറെ എൻക്വയറീസ് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഏറെ പ്രേക്ഷകർക്ക് ക്ലയൻസ് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊരു ഹിൻറ്റ്, ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ഇനിയും എങ്ങോട്ടാണ് പ്രേക്ഷകരുടെ കഴിവിനെ വർദ്ധിപ്പിക്കേണ്ടത്. സോ ശ്രദ്ധിക്കുക. പ്രേക്ഷകരുടെ അടുത്ത് വരുന്ന ആൾക്കാർ, അത് പാർട്ടിയിൽ കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ ഒരിടത്ത് പോകുമ്പോൾ കണ്ടുമുട്ടുന്നതോ ഫോൺ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി എങ്ങനെ ആയിക്കോട്ടെ, എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നത് അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രേക്ഷകർക്ക്. ചില പ്രേക്ഷകരോട് ഗോൾഡൻ ലൈറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ. വൈറ്റ് ലൈറ്റ് എനർജി ഞങ്ങൾ എങ്ങനെയാണ് മെഡിറ്റേഷനിൽ യൂസ് ചെയ്യുന്നത്, അതേപോലെ ഗോൾഡൻ ലൈറ്റ് എനർജി അറിയാൻ വയ്യാത്ത പ്രേക്ഷകർക്ക് യൂട്യൂബിൽ തന്നെ ടൈപ്പ് ചെയ്ത് നോക്കുക ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷൻ. സോ ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷനുള്ള സബ്ലിമൽ അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അത് കേൾക്കുക ആൻഡ് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് നാളത്തെ ദിവസം പ്രേക്ഷകർക്കുള്ള ഗൈഡൻസ്. എൻ്റെ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആൻഡ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. എവ്രി ഡേ പ്രേയേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഓക്കെ. സോ ബിലീവ് ഇൻ ആൻഡ് ട്രസ്റ്റ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഐ നോ ഏറെ പ്രേക്ഷകർ വീഡിയോസ് കാണും, ഈവൻ തോ നിങ്ങൾ എല്ലാ ദിവസവും വന്ന് കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യില്ല. ഓക്കെ. നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ. സോ ആഗ്രഹമുണ്ട്, ഇഫ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. And that's it. So see you in my next video. Bye.